പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ KS ഹംസയാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെയായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചു? നിങ്ങൾ കണ്ടല്ലോ, ഈ ഗ്രാമത്തിൽ എനിക്ക് തന്ന സ്വീകരണം. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഇതുപോലെ ഓരോ ഗ്രാമാന്തരങ്ങളും നിറഞ്ഞ സദസ്സിൻ്റെ സ്വീകരണമാണ് ഏറ്റുമേടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞങ്ങളുണ്ടത് ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. ഇനി സംഘടിതമായ പ്രവർത്തനം സിസ്റ്റമാറ്റിക്കായി പോവുകയാണ് നാളെ മുതൽ പുതിയ സംവിധാനം. ഞങ്ങൾ ഇതിനകം തന്നെ 7 അസംബ്ലി സെഗ്മെൻറ്റ്സും 2 തവണ പിന്നിട്ട് കഴിഞ്ഞു. വർദ്ധിച്ച ആവേശമാണ് ജനങ്ങളിൽ കാണുന്നത്. ജനങ്ങളിൽ കാണുന്ന ആവേശത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മാറ്റത്തിനായി, പൊന്നാനിയുടെ മാറ്റത്തിനായി കൊതിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ യുഗത്തെ കാണിച്ചു കൊടുക്കുകയാണ്. യുഗപ്പിറവിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള അടിയൊഴുക്കാണ് പ്രതീക്ഷിക്കുന്നത് പൊന്നാനിയിൽ? അപ്പോൾ അങ്ങ് നേരത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. എല്ലാതരം അടിയൊഴുക്കുകളുമുണ്ട്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ടീമുകളും ഞങ്ങൾക്ക് പിന്തുണയുണ്ട്. ഈ ലീഗിന് വോട്ട് ചെയ്തിരുന്ന, പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ പലരും ഞങ്ങൾക്കാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നത്. കാരണം ഒന്ന്, 10-53 കൊല്ലമായി ഇവിടെ പോകാൻ തുടങ്ങി. എന്നതിന് ശേഷം പൊന്നാനിക്ക് എന്ത് വേണ്ടി ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടാമത്തത്, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു അവൈലബിൾ MP ഞങ്ങൾക്ക് വേണമെന്നാണ് ഇവരുടെ ഒരു ആവശ്യമുള്ളത്. ആ ആവശ്യം ശിരസാവഹിച്ചിട്ടുണ്ട്. ആ ആവശ്യം വളരെ ഹൃദ്യമായാണ് ഞാനത് കേൾക്കുന്നത്, ഞാനതിന് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും സജീവ പ്രചാരണ വിഷയമായി മാറുന്നുണ്ട് പൗരത്വ ഭേദഗതി വിഷയം. അങ്ങ് നേരത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് AM ആരിഫ് MP മാത്രമാണ് ലോക്സഭയിൽ പൗരത്വ ബില്ലിനെ എതിർത്ത് സംസാരിച്ചതെന്നാണ്. അതിനെതിരെ ലീഗ് നേതാക്കളും VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും പൊന്നാനി മണ്ഡലത്തിലും ഇത് വലിയ ചർച്ചയാകുന്നുണ്ടോ? അല്ല, അതൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ എതിർക്കുന്നവർ പാർലമെൻ്റ് റെക്കോർഡ്സ് പരിശോധിക്കട്ടെ. അതിനു മുമ്പ് പൗരത്വ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് NIA ബില്ല് കൊണ്ടുവന്നു. എല്ലാവരും മാറി നിന്നല്ലോ. വോട്ട് AM ആരിഫിൻ്റെ വോട്ട് മാത്രമേ എതിര് വന്നുള്ളൂ. കേരള പാർലമെൻറ്റ് റെക്കോർഡാണ്. ആർക്ക് വേണമെങ്കിലും നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യമാണല്ലോ. എന്തിന് പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ കളവ് പറയാൻ നിൽക്കുന്നത്? അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രണ്ടാമത്തത്, സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ MPമാരും ഇതിൽ നിന്ന് വിട്ടു നിന്നു തന്നെയാണോ അങ്ങും പറയുന്നത്? അല്ല, എല്ലാ അവസരത്തിൽ നിന്നല്ലോ. ഒന്ന്, പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ അവർ ഒളിച്ചു കളിച്ചു. NIA ബില്ലിൽ വോട്ട് ചെയ്യാതിരുന്നു. വോട്ട് ചെയ്തില്ല. കേരളത്തിൽ ഒരേ ഒരു MP മാത്രമേ എതിർ വോട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൽ മുത്തലാഖ് ബില്ല് ചർച്ച വന്ന സമയത്ത് നേരെ കല്യാണത്തിനാന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് ഇറങ്ങി. അതിനു മുമ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വെങ്കയ്യ നായിഡുവിനെതിരെ വോട്ട് ചെയ്യാൻ പോയവർ ബോംബെയിൽ ചെന്ന് വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൂടി. ഞാനത് കമ്മിറ്റിയിൽ പറഞ്ഞായിരുന്നു. 10-24 ഫ്ലൈറ്റ് അതിനുശേഷം ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഷെഡ്യൂൾ ചെയ്തു. അതിനൊന്നും പോയില്ല. എന്നിട്ട് വിമാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് എതിരെ വോട്ട് ചെയ്യാതിരുന്നു. എല്ലാ രീതിയിലും മുങ്ങിക്കളിക്കുന്നത് എല്ലാവരും കണ്ടതാണല്ലോ യാഥാർത്ഥ്യം. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ നിഷ്കളങ്കരായ ആളുകളാണ്, നല്ല ആളുകളാണ്. അവർക്കൊന്നും ഒരു നേട്ടമൊന്നുമില്ല. അവർ നല്ല ആത്മാർത്ഥമുള്ള ആളുകളാണ്. പക്ഷേ ഇന്ന് വന്നുപെട്ട ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തോട് അതിയായ വിരോധവും പ്രതിഷേധവും പുലർത്തുന്നവരാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ അണികൾ. അവരെ കൂടി പണയം വെക്കുന്ന, ആത്മാർത്ഥതയുള്ള ആ പ്രവർത്തകരെ കൂടി പണയം വെക്കുന്ന നേതൃത്വത്തിനെതിരെ പ്രതികരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായ സംഘടനകളെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിൽ അവർക്ക് കൃത്യമായ വിയോജിപ്പുണ്ട്. നേരത്തെ സമസ്തയുടെ മുഖപത്രം അതിനെതിരെ മുഖപ്രസംഗം തന്നെ എഴുതിയിരുന്നു. സ്വാഭാവികമായും ഈ ഒരു മുസ്ലിം സമുദായ സംഘടനകൾക്കുള്ള അത്തരം കാര്യങ്ങളിലുള്ള വിയോജിപ്പ് പൊന്നാനിയിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കുമെന്ന് വിലയിരുത്തലുണ്ടോ? 2 കാര്യമാണ് എന്നുള്ളത്. ഒന്ന്, തെരഞ്ഞെടുപ്പിലൊരു വലിയ വിജയത്തിനൊരു സാധ്യതയുണ്ടെങ്കിൽ കൂടി ആശങ്കയുണ്ട് ഞങ്ങൾക്ക്, ഉത്കണ്ഠയുണ്ട് ഞങ്ങൾക്ക്. കോൺഗ്രസ് തകരുന്നതിൽ വളരെയധികം ഉത്കണ്ഠ ഇടതുപക്ഷക്കാർക്കുണ്ട്, ഞങ്ങൾക്കൊക്കെയുണ്ട്. കാരണം ആ പ്രസ്ഥാനം തകർന്നു പോവുകയാണല്ലോ. ഇപ്പോൾ AK ആൻ്റണിയുടെ വീട്ടിൽ കോൺഗ്രസ് പറയാൻ പാടില്ലെന്നാണ് നിയമം. ആൻ്റണിയുടെ ഭാര്യ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്, മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്. അച്ഛനും മകനും കൂടി ധാരണയിലെത്തിയിട്ടുണ്ട്, രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞാൽ AK ആൻ്റണിക്ക് പോലും സ്വന്തം വീട്ടിൽ കോൺഗ്രസ് പറയാൻ പാടില്ല എന്ന ഒരു തിട്ടൂരത്തിൽ നിൽക്കേണ്ടി വന്നെങ്കിൽ ഈ രാജ്യം എവിടേക്കാണ് കോൺഗ്രസ് പോകുന്നത്? കരുണാകരൻ്റെ വീട് മുരളി മന്ദിരമാണ്. ഇനി അവിടെ കോൺഗ്രസ് പറയാൻ പാടില്ലല്ലോ. മുരളി മന്ദിരത്തിൽ പത്മജയാണ് ജീവിക്കുന്നത്. എവിടെയാണ് കോൺഗ്രസ് പറയേണ്ടത്? അവരുടെ സ്വന്തം ഭവനങ്ങളിൽ, സ്വന്തം അകത്തളങ്ങളിൽ പറയാൻ പാടില്ലാത്ത ഒരു കോൺഗ്രസിനെ എങ്ങനെ മാലോകരോട് പറയും, എങ്ങനെ ഉദ്ഘോഷിക്കും ഇവിടെ? അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തകർച്ചയിൽ ഞങ്ങൾക്ക് അതിയായ ഉത്കണ്ഠയുണ്ട്, അവരുടെ പ്രവർത്തകർക്കും പ്രയാസമുണ്ട്. തന്നെ അതോടൊപ്പം ഞാൻ ചോദിച്ചത്, അതായത് EK സമസ്തയ്ക്കും കാന്തപുരം വിഭാഗത്തിനും ഉൾപ്പെടെയുള്ള ഒരു ആശങ്ക, അത് സ്വാഭാവികമായിട്ടും LDFന് വോട്ടായി മാറുമോ? തീർച്ചയായിട്ടും അത് വോട്ടായി മാറും. ആ ആശങ്ക അവരുടെ മാത്രമല്ല, മതന്യൂനപക്ഷങ്ങളുടേത് മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ശാദ്വല ഭൂമികയായി ഈ മണ്ണ് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന സകലമാന പ്രസ്ഥാനങ്ങൾക്കുമുള്ള ഉത്കണ്ഠ ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടായി മാറാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഏറ്റവും അവസാനം ഈ
ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ സാധാരണക്കാരുടെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ LDF അതിലുണ്ട്, CPM ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. അപ്പം ആരായിരിക്കും പ്രധാനമന്ത്രി? കോൺഗ്രസിൻ്റെതാണോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നതാണ് ഇവിടെ പ്രശ്നം. മോഡിയെ കാണിച്ച ഒരു പ്രതീകമുണ്ടാക്കിയ ഒരു ബിംബത്തിന് വോട്ട് ചെയ്യാൻ പറയുമ്പോഴല്ല ഇന്ത്യ മുന്നണി പറയുന്നത്. ഇന്ത്യ മുന്നണി ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. അന്നത്തെ ജനാഗമനമനുസരിച്ച് ഭൂരിപക്ഷം അനുസരിച്ച് അന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുണ്ടാവും. തീർച്ചയായും തന്നെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ മാറ്റം വരുത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.